ഹായ് ഓൾ, മക്കളെല്ലാവരും സയൻസ് ഇഷ്ടപ്പെടുന്ന, റിസർച്ച് ഫീൽഡിൽ പഠനം ആഗ്രഹിക്കുന്ന, ഭാവിയിൽ ഒരു സയന്റിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മക്കളെ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഐസർ മുന്നോട്ട് വയ്ക്കുന്നത്. നിങ്ങൾക്കറിയാം, ഐസർ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ച് ആണ്. ഐസറിന്റെ സെന്റേഴ്സ് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ മൊത്തം 7 സെന്റേഴ്സ് ആണുള്ളത്. സെന്റേഴ്സ് പറയുമ്പോൾ ഒന്ന് ബറാംപൂർ, ഭോപ്പാൽ, കൊൽക്കത്ത, പൂനെ, മൊഹാലി, തിരുവനന്തപുരം ആൻഡ് തിരുപ്പതിയാണ്. അപ്പോൾ ഐസറിന്റെ ഒരേ ഒരു സെന്റർ കേരളത്തിലുള്ളത് തിരുവനന്തപുരത്താണ്. നിങ്ങൾക്കറിയാവുന്നത് വിചാരിക്കുന്നു. അപ്പോൾ ഐസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐസറിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായിട്ടും IAT എന്ന് പറയുന്ന എക്സാമിന്റെ ബേസ്ഡ് ആയിരിക്കും. IAT എന്ന് പറയുമ്പം ഐസർ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ഇപ്പോൾ ഐസർ സെന്റേഴ്സിലായിട്ട് ഓഫർ ചെയ്യുന്ന കോഴ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ 5 ഇയർ BSMS പ്രോഗ്രാം ആണ് ഓഫർ ചെയ്യുന്നത്. BS എന്ന് പറയുമ്പോൾ ബാച്ചിലർ ഓഫ് സയൻസ് ആണ്. MS എന്ന് പറയുമ്പോൾ മാസ്റ്റർ ഓഫ് സയൻസ് ആണ്. ഇത് കൂടാതെ ഐസർ ഭോപ്പാലിൽ 4 ഇയർ BS ഇൻ എഞ്ചിനീയറിംഗ് ആൻഡ് എക്കണോമിക് സയൻസും ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മുടെ JEE മെയിൻ എക്സാമും JEE അഡ്വാൻസ് ചെയ്തിട്ടാണ് IIT മദ്രാസ് പോലെയുള്ള IIT ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവേശനം ലഭിക്കാറ്. പക്ഷേ IAT എന്ന് പറയുന്ന ഈ എക്സാം എഴുതുകയാണെങ്കിൽ മക്കൾക്ക് IIT മദ്രാസിൽ BS മെഡിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാം എന്ന് പറയുന്ന കോഴ്സിൽ പ്രവേശനം ലഭിക്കും. JEE എഴുതേണ്ട ആവശ്യമില്ല. IATയുടെ സ്കോർ മാത്രമാണ് ഇതിന് പരിഗണിക്കുക. ഇത് കൂടാതെ IIC ബാംഗ്ലൂരിൽ ബാച്ചിലർ ഓഫ് സയൻസ് റിസർച്ച് പ്രോഗ്രാമിന് നമുക്ക് അഡ്മിഷൻ ലഭിക്കും. അപ്പോൾ IAT എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് എല്ലാവരും www.iseradmission.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറുക. അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓൾറെഡി ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഏപ്രിൽ 1 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മെയ് 13 വരെ ആയിരിക്കും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. എക്സാം നടക്കുന്നത് ജൂൺ 9 തീയതി ആയിരിക്കും. എക്സാമിൻ്റെ പാറ്റേൺ കുറിച്ച് പറയുവാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഈ 4 സബ്ജക്ട് മക്കൾ പഠിച്ചിരിക്കണം. ഈ 4 സബ്ജക്റ്റിൽ നിന്നും ഓരോ സബ്ജക്റ്റിൽ നിന്നും 15 ക്വസ്റ്റ്യൻസ് വീതം ഉണ്ടായിരിക്കും. ഓരോ റൈറ്റ് ആൻസർ നമുക്ക് 4 മാർക്ക് വീതം ലഭിക്കും. ആൻസർ റോങ് ആണെങ്കിൽ 1 മാർക്ക് വീതം ഡിഡക്റ്റ് ആവുകയും ചെയ്യും. ഇനി അൺആൻസർ ആണെങ്കിൽ നമുക്ക് 0 മാർക്ക് ലഭിക്കും. മൊത്തം മാക്സിമം മാർക്ക് എന്ന് പറയുമ്പം IATയുടെ മാക്സിമം സ്കോർ എന്ന് പറയുമ്പോൾ 240 ഉണ്ടായിരിക്കുക. അപ്പോൾ 2024 +2 കഴിഞ്ഞവർക്കും അതേപോലെ 2023 +2 കഴിഞ്ഞവർക്കും കൂടാതെ 2022 +2 പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ് മക്കളെ ഇത്. ഇപ്പോൾ റിസർച്ച് ഫീൽഡ് ആഗ്രഹിക്കുന്ന, സയൻസിനോട് അത്രയും താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ അപ്ഡേറ്റ്സ്. താങ്ക് യു.